പ്രിയപ്പെട്ട ദൈവമേ, ഞങ്ങൾ സഹിച്ച എല്ലാ വേദനകളും വഞ്ചനകളും അതിജീവിക്കാൻ ധൈര്യം നൽകിയതിന് നന്ദി. ഇരുട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് നീ കണ്ടു. ലോകം കേൾക്കാത്ത നിലവിളികൾ നീ കേട്ടു. ഞങ്ങളുടെ ശരീരം ആക്രമിക്കപ്പെട്ടപ്പോഴും കുഞ്ഞുങ്ങളെ ബലം പ്രയോഗിച്ച് അടർത്തി മാറ്റിയപ്പോഴും നീ തുണയായി. സ്വർഗത്തിൽ നിന്ന് മലാഖ കുഞ്ഞുങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുമായിരിക്കും. തെറ്റായ ഒരാളെ അവരുടെ അച്ഛനായി തെരഞ്ഞെടുത്തതിന്, വിശ്വസിച്ചതിന്. അതിജീവിതമാരിൽ ഒരാൾ കുറിച്ച ഈ വാക്കുകൾ മനസാക്ഷിയുള്ള ആരെയും വേദനിപ്പിക്കുന്നതാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്രയും ക്രൂരനാകാൻ കഴിയുക? ഒരു പെണ്ണിനെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിട്ട് മിഠായി കവറുകൾ പുറത്തേക്ക് വലിച്ചെറിയും പോലെ ഓരോ പെണ്ണിനെയും വലിച്ചെറിയാൻ ഒരു മനുഷ്യന് എങ്ങനെ കഴിയുന്നു? ഇരുവശങ്ങളിലുമുള്ളത് മനുഷ്യജീവനുകൾ തന്നെയല്ലേ? എങ്ങനെയാണ് എതിരെ നിൽക്കുന്ന ഒരു പെണ്ണിന്റെ മനസ്സ് കാണാൻ പറ്റാത്ത തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പുരുഷന് നിസാരമായി ഇങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ കഴിയുക? രാഹുലിനെതിരെ പരാതിയുമായി രംഗത്ത് ഇതുവരെ വന്നത് 3 പെണ്ണുങ്ങളാണ്. അവർ സമൂഹത്തിലേക്ക് രാഹുലിന്റെ ലൈംഗിക വൈകൃതങ്ങൾ ചൂണ്ടിക്കാട്ടി വന്നതിന് പിന്നിലുള്ള കടമ്പകൾ എത്രമാത്രമായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ശരീരത്തിലെ മുറിവുകൾക്കപ്പുറത്തേക്ക് മനസ്സിലെ മുറിവിനെ ഉണക്കാൻ കഴിയാതെ ആ വേദനയും സഹിച്ചാണ് അവർ രാഹുലിനെ നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നത്. അവർ പറഞ്ഞ ആ അനുഭവങ്ങൾ മനസ്സുകൊണ്ട് വായിച്ച ആർക്കും അത്ര പെട്ടെന്ന് അതൊന്നും മറന്നു പോകാൻ കഴിയില്ല. ഇനിയും എത്ര അതിജീവിതമാർ പുറത്തു വരാൻ ഭയന്ന് അകത്തളങ്ങളിൽ സ്വയം ഉരുകിയുരുകി ജീവിക്കുന്നുണ്ടാകും. ഒട്ടും പ്രിയപ്പെട്ടവനല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിന് നിങ്ങൾ വേദനിപ്പിച്ച പെണ്ണുങ്ങളുടെ വേദനകൾക്ക് നിങ്ങൾ മറുപടി അർഹിക്കുന്നുണ്ട്. അത് കാലത്തിന്റെ കാവ്യനീതി പോലെ നിന്നിൽ വന്ന് ചേരുകയും ചെയ്യും.